everyone, welcome back to Salem Learning and heartily welcome to our English class. This is Mohammed Shaju, your English teacher. You can call me SJ. Today in this class, we are going to discuss what are the poetic devices in the chapter How to Tell Wild Animals. Poetic devices എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഈ ഒരു എക്സാമിനേഷനൊക്കെ അല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ഓരോ പോയത്തിൻ്റെയും പഠിച്ചു വെക്കണം. ഒരുപാട് ആൾക്കാർ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു കോണ്ടന്റ് ചെയ്യുന്നത്. നേരെ നമ്മുടെ ഫസ്റ്റ് ആ ഒരു പോയറ്റിക് ഡിവൈസിലേക്ക് വരാം. അലിറ്ററേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്താണ് അലിറ്ററേഷൻ? അറിയാത്ത ആൾക്കാരുണ്ടാവാം അല്ലേ. അപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കണം. റിപ്പീറ്റേഷൻ ഓഫ് ദ കോൺസണന്റ് സൗണ്ട്സ് ഇൻ ക്ലോസ്ലി കണക്റ്റഡ് വേർഡ്സ്. ഞാൻ അതിനെ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകൂടെ എക്സാക്റ്റ് ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ, റിപ്പീറ്റേഷൻ ഓഫ് ദ ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്സ് ഇൻ ക്ലോസ്ലി കണക്റ്റഡ് വേർഡ്സ് എന്നാക്കണം. എന്താ ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്സ്? ഒരു ലൈനിനകത്ത്, ഒരു പോയത്തിലെ ഒരു ലൈനിനകത്ത് ഒന്നിൽ കൂടുതൽ തവണ ആര് ആവർത്തിച്ചു വരിക? കോൺസണന്റ് സൗണ്ട്സ് ആ വേർഡിൻ്റെ ഇനീഷ്യൽ എന്ന് വെച്ചാൽ തുടക്കത്തിൽ ആവർത്തിച്ച് വരികയാണെങ്കിൽ, റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? അലിറ്ററേഷൻ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, റോമിങ് റൗണ്ട് എന്ന് പറയുന്നത് അതിന് എക്സാമ്പിളാണ്. അപ്പോൾ എന്താ ഈ കോൺസണന്റ് സൗണ്ട്സ്? വവൽസ് അല്ലാത്ത ബാക്കി ശബ്ദങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? കോൺസണന്റ് സൗണ്ട്സ്. ഫോർ എക്സാമ്പിൾ ബി, ടി, കെ എന്നൊക്കെ പറയുന്ന ആ ഒരു ലെറ്റേഴ്സ് ഇല്ലേ, ഇതിൻ്റെയൊക്കെ സൗണ്ട്സ് ആവുമ്പോൾ ബ്, പ്, ക്, ട് എന്നൊക്കെ പറയുന്ന ഈ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരിക. ഒരു വേർഡിൻ്റെ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ലൈന് എന്തിന് എക്സാമ്പിളാണ്? അലിറ്ററേഷൻ എക്സാമ്പിൾ ആണെന്ന് നമുക്ക് പറയാം. മറന്നു പോരുത്, അലിറ്ററേഷൻ ഇസ് സംതിങ് കണക്റ്റഡ് ടു കോൺസണന്റ് സൗണ്ട്സ്. അലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ കോൺസണന്റ് സൗണ്ട്സുമായിട്ട് കണക്റ്റഡ് ആണ്, മറക്കരുത്. റോമിങ് റൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ആർ സൗണ്ട് അല്ലെങ്കിൽ റ് സൗണ്ട് ആവർത്തിച്ച് വരുന്നുണ്ട്. സോ അത് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, ലെപ്പ് എന്ന് പറയുന്നത് എൽ സൗണ്ട്, ല് സൗണ്ട് വരുന്നുണ്ട് അല്ലേ. യാർഡ് എന്ന് പറയുന്ന ലൈനിൽ യ സൗണ്ട്. നെക്സ്റ്റ്, ഹി ഹാസ് എന്ന് പറയുന്നതിൽ ഹ് സൗണ്ട്. ബിയോ എന്ന് പറയുന്നതിൽ ബി ആവർത്തിക്കുന്നു. സോ ഇതെന്തിന് എക്സാമ്പിൾ ആണ്? അലിറ്ററേഷൻ. അപ്പോൾ അലിറ്ററേഷൻ അവിടെ ഫിക്സ് ചെയ്ത് വെക്കുക. ബൈ ഹാർട്ട് പഠിക്കരുത്, ഒരിക്കലും മനസ്സിലാക്കിയാൽ പോയറ്റിക് ലൈൻസ് നോക്കിയിട്ട് നമുക്ക് എഴുതി വെക്കാൻ പറ്റും. നെക്സ്റ്റ്, അസോണൻസ് ആണ്. നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെ, ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഏതാ? അലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രൊമിനന്റ് സൗണ്ട് ഓഫ് വവൽ സൗണ്ട്സ് അല്ലെങ്കിൽ ദ റിപ്പീറ്റേഷൻ ഓഫ് ദ വവൽ സൗണ്ട്സ് ഇൻ എ സെയിം ലൈൻ. ഒന്നിൽ കൂടുതൽ തവണ വവൽ സൗണ്ടുകൾ ആവർത്തിച്ച് വരിക. നേരത്തെ കോൺസണന്റ് സൗണ്ട്സ് പറഞ്ഞില്ലേ, അതേപോലെ ഒരു ലൈനിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ച് വരിക? കോൺസണന്റ് സൗണ്ട്സിന് പകരം വവൽ സൗണ്ട്സ് ആവർത്തിച്ച് വരികയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? അസോണൻസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ വവൽ ആണെങ്കിൽ അസോണൻസ്, കോൺസണന്റ് ആണെങ്കിൽ അലിറ്ററേഷൻ. ഇത് ഓർത്തു വെക്കണം, നിർബന്ധമാണ്. ഓക്കെ, ഈ ലൈനിൻ്റെ അകത്ത് ഏതാണ്? ഇവിടെ ഓ എന്ന് പറയുന്ന വവൽ സൗണ്ട് ഒന്നിൽ കൂടുതൽ തവണ ഇവിടെ ആവർത്തിച്ച് വരുന്നു. അവിടെ നമുക്ക് നോക്കാം. യു, ഷുഡ്, ഗോ അല്ലേ. നെക്സ്റ്റ്, ഷുഡ് ഊ സൗണ്ട് അവിടെ വരുന്നത്. ഷുഡ് യു. നെക്സ്റ്റ്, റോർ അറ്റ് യു ആസ് യു എന്ന് പറയുന്ന, അപ്പോൾ എ ഇ ഐ ഒ യു, അപ്പോൾ യു എന്ന് പറയുന്ന സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആവർത്തിച്ച് വരുന്നുണ്ട്. സോ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഒന്നുമില്ല, വവൽ സൗണ്ട്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരിക. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനീഷ്യൽ സൗണ്ട് തന്നെ ആവണമെന്നില്ല. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിലെ വാക്കുകൾ തന്നെ ആവണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. തുടക്കത്തിലെ ശബ്ദങ്ങൾ തന്നെ ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ എന്തില്ല, ഒരു നിർബന്ധമില്ല. വാക്കിൻ്റെ എവിടെയെങ്കിലും വന്നാൽ മതി. ആ സൗണ്ട് വന്നാൽ നമുക്ക് എന്ത് വിളിക്കാം? സൗണ്ടാണ്. ആ ഓ മാർക്ക് ചെയ്ത് കണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇത് ഓ സൗണ്ട് വന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അങ്ങനെയല്ല. ഏതാണ്? ഓ ലെറ്റർ അല്ല ആവർത്തിച്ച് വരേണ്ടത്, ഓ സൗണ്ട് ആണ് ആവർത്തിച്ച് വരേണ്ടത്. ഏതെങ്കിലും വവൽ സൗണ്ട് ആവർത്തിച്ചാൽ മതി, ഓ മാത്രമല്ല. സോ നമുക്കതിന് എന്തിന് എക്സാമ്പിളാണ്? അസോണൻസിന് എക്സാമ്പിളാണെന്ന് പറയാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഇൻവേർഷൻ എന്ന് പറയുന്ന ഒരു പോയറ്റിക് ഡിവൈസ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ചേഞ്ചിങ് സ്ട്രക്ചർ ഓഫ് എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ മാറ്റുന്നതിനെയാണ് നമ്മൾ ഇൻവേർഷൻ എന്ന് പറയാം. അതൊരു പോയറ്റിക് ഡിവൈസ് ആണ്. എങ്ങനെ? ഒരു എക്സാമ്പിൾ നോക്കുക. ആൻഡ് ഇഫ് ദേ ഷുഡ് ടു യു അഡ്വാൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, ഒരു ലൈനാണ്, പോയറ്റിക് ലൈനാണ് നമ്മുടെ. ഇഫ് ദർ ഷുഡ് ടു യു അഡ്വാൻസ് എന്ന് പറയുന്നത് കറക്റ്റ് ഓർഡറിലല്ല, സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ പൊളിച്ച് എഴുതിയിട്ടുണ്ട് അദ്ദേഹം അല്ലേ. മറ്റൊരു എക്സാമ്പിളാണ് ദ ബംഗാൾ ടൈഗർ ടു ഡിസേൺ എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെയാ അത് പറയാം, ടു ഡിസേൺ എ ബംഗാൾ ടൈഗർ എന്നാണ് നമ്മൾ പറയാറ് അല്ലേ. നമുക്കൊരു സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഓർഡർ ഇല്ലേ, അതിനെ പോയറ്റിൻ്റെ ഒരു ചിലപ്പോൾ പോയറ്റിക് റിതം കീപ്പ് ചെയ്യാനായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം
അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ സ്ട്രക്ചർ മാറ്റുന്നതിന് നമ്മളെന്ത് പറയും, ഇൻവേർഷൻ എന്ന് പറയും. 2 ലൈൻസ് ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് ഓക്സിമറോൺ ആണ്. ഓക്സിമറോൺ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്സിമറോൺ നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുള്ളതായിരിക്കും. എന്താ ഓക്സിമറോൺ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് കമ്പൈൻസ് കോൺട്രഡിക്ടറി വേർഡ്സ് വിത്ത് ഓപ്പോസിറ്റ് മീനിങ്സ് ലൈക്ക് ഓൾ ന്യൂസ്, ഡെഫനിങ് സൈലൻസ് ഒക്കെ. 2 ഓപ്പോസിറ്റ് മീനിങ്ങുള്ള വാക്കുകളെ അല്ലെങ്കിൽ 2 കോൺട്രറി ആയിട്ടുള്ള വാക്കുകളെ ഒരുമിച്ച് കൊണ്ടുവരിക. മനസ്സിലായോ? ഭയങ്കര സൗന്ദര്യം എന്ന് പറയാം. ശരിക്കും ആ വേർഡ് എന്താ അതിനർത്ഥം? ഭയങ്കര സൗന്ദര്യം. ഭയം എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ് അല്ലേ? സൗന്ദര്യം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ അതിനോട് ഒരിക്കലും ഒരു കോൺട്രഡിക്ഷൻ ആണ് അല്ലേ? കോൺട്രഡിക്ഷൻ അല്ലേ അത്? ഏത്? ഭയവും സൗന്ദര്യവും വ്യത്യാസമില്ലേ? അപ്പോൾ ഈ 2 ഓപ്പോസിറ്റ് മീനിങ്സിലുള്ള ഈ 2 അല്ലെങ്കിൽ കോൺട്രറി വേർഡ്സിനെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നു അവിടെ. ഭയങ്കര സൗന്ദര്യം. ഓക്കെ, ആ ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഒരു പോയറ്റിക് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ഓക്സിമറോൺ എന്ന് പറയാം. ഫോർ എക്സാമ്പിളാണ് ഓൾഡ് ന്യൂസ്. അത് ഓൾഡ് ന്യൂസ്. ന്യൂസ് എന്ന് പറയുന്നത് പുതിയ വാർത്തയാണ്, അല്ലെ? പുതിയതാണ്. പക്ഷേ എന്നെ വിളിക്കുന്നത് ഓൾഡ് എന്നാണ് ആദ്യം കൊണ്ട് ചേർത്ത് എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് ഡെഫനിങ് സൈലൻസ്. ഡെഫ് എന്ന് പറഞ്ഞാൽ ഒന്നും കേൾക്കാൻ പറ്റാത്ത. ഡെഫനിങ് സൈലൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും സൈലൻസ് ആണ്. സൈലൻസ് എന്ന് പറയുന്നത് സോറി, ഡെഫനിങ് എന്ന് പറഞ്ഞാൽ കാതടിപ്പിക്കുന്നതെന്നർത്ഥം. ഡെഫനിങ് എന്ന് പറഞ്ഞാൽ കാതടിപ്പിക്കും. ഡെഫാണ് നമുക്കൊന്നും കേൾക്കാത്തത്. ഡെഫനിങ് എന്ന് പറഞ്ഞാൽ കാതടിപ്പിക്കുന്ന, നമ്മൾ കാതടിപ്പിക്കുന്നു പറയില്ലേ, ഭയങ്കര ശബ്ദം. സൈലൻസ് എന്ന് പറഞ്ഞാലോ, സൈലൻസ് നിശബ്ദതയാണ്. ഇവിടെ ഡെഫനിങ് സൈലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്ന അത്രയും വലിയ നിശബ്ദത എന്നൊക്കെ പറയാം. നമ്മളൊരു ഹൊറർ സിനിമയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്നത് അതെന്തിനാ? അത്രയും അതിൻ്റെ ഡെപ്ത് കാണിക്കാനാണ് അങ്ങനെ ഡെഫനിങ് സൈലൻസ് എന്ന് ഉപയോഗിച്ചത്. സോ അത് ഓക്സിമറോൺ എക്സാമ്പിളാണ്. നമ്മുടെ ഭാഗത്തിൽ ഏതാണ്? നോബിൾ വൈൽഡ് ഒരു എക്സാമ്പിളാണ്. നോബിൾ ആൻഡ് വൈൽഡ് ആർ ഓപ്പോസിറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ? അപ്പോൾ നമുക്ക് അതിനെന്ത് വിളിക്കാം? നോബിൾ വൈൽഡ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? യെസ്, നോബിൾ വൈൽഡ് എന്ന് പറയുന്നത് ഒരു പോയറ്റിക് ഡിവൈസ് ആണ്, ഓക്സിമറോൺ ആണ്. നെക്സ്റ്റ് റിപ്പിറ്റീഷൻ എന്ന് പറയുന്ന ഒരു പോയറ്റിക് ഡിവൈസ് ബേസ് ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റിംഗ് ദ സെയിം വേർഡ് ഫോർ ദ സേക്ക് ഓഫ് എംഫസൈസ്. ഒരു കാര്യത്തെ എടുത്തു പറയാൻ, ഊന്നി പറയാൻ വേണ്ടിയിട്ട് ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ഫ്രേസ് നമ്മളിങ്ങനെ എന്ത് ചെയ്യുക? എടുത്തെടുത്ത് പറയുക. ഇവിടെ ലെപ്പ് എന്ന് പറയുന്ന ലെഫ്റ്റ് എന്ന് പറയുന്ന വേർഡ് അല്ലേ? ലെപ്പ് എന്ന് പറയുന്നത് വെരി വെരി ഹാർഡ് എന്നൊക്കെ പറയുന്നത് വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ട് നമുക്കത് റിപ്പിറ്റേഷന് ഉദാഹരണമാണെന്ന് പറയാം. റിപ്പിറ്റേഷൻ ഇസ് എ പോയറ്റിക് ഡിവൈസ് ആണെന്ന് ഓർത്ത് നോക്കുക. ഇവിടെ അത് യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പോയറ്റിക് ലൈസൻസ് എന്ന് പറയുന്ന ഒരു പോയറ്റിക് ഡിവൈസ് ഉണ്ട്. എന്താ ഈ പോയറ്റിക് ലൈസൻസ്? നിനക്കാരുടെ ലൈസൻസ് എന്നത് ഇങ്ങനെയൊക്കെ എഴുതാൻ അല്ലേ? ആ ലൈസൻസ് തന്നെയാണിത്. ഏത് ലൈസൻസ്? when the poet uses his own words or twist them for the rhyming purpose. റൈമിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെതായ വാക്കുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിനെ ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്യുക ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിനെന്ത് വിളിക്കാം? പോയറ്റിക് ലൈസൻസ് ആണത്. അതിന് കുറ്റം പറയാൻ പറ്റില്ല. പോയറ്റിനൊരു ഫ്രീഡം ഉണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കൊണ്ടുവരാം, അദ്ദേഹത്തിന് പുതിയ വാക്കുകളെ കോയിൻ ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക. ഇൻ ആസ് സൂൺ ആസ് ഇറ്റ് വാസ് ലെഫ്റ്റ് ഓൺ യു എന്ന് പറയുന്നതിൽ ശരിക്കും LEPT ആണ് മൂപ്പർ എഴുതിയിട്ടുള്ളത് അല്ലേ? LEAPT ലെഫ്റ്റ് ആണ് അവിടെ എന്തായിരുന്നു പറയുന്നത്? LEPT ആയിട്ട് മാറുന്നത്. ഹി വിൽ ലെപ്പ് ആൻഡ് ലെപ്പ് അഗെയിൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് പിന്നെയും എന്തായി മാറി? ലെഫ്റ്റ് എന്ന് പറയുന്ന വേർഡ് പിന്നെയും LEP മാത്രമായിട്ട് മാറി. അതുപോലെ ഐ ഇസ് ദ വാട്ട് ചാമ്പിയോൺ യു സി എന്ന് പറയുന്ന ആ ലൈനിനകത്ത് ഇറ്റ് ഷുഡ് ഹാവ് ബീൻ റിട്ടൺ ആസ് ഇൻസ്റ്റെഡ് ഓഫ് ടി. ഇവിടെ ഐ അല്ല ടി ആണ് അല്ലേ? ടി എന്നാണ് നമ്മുടെ എവിടെയുള്ളത് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളത്. അപ്പോൾ ഏതായാലും ഈ ടി എന്ന് പറയുന്ന ഈ ഒരു വേർഡിനെ അവരെന്താക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്? ടി എന്ന് പറയുന്ന ഈ ഒരു വേർഡിനെ ശരിക്കും വരേണ്ടത് ഇറ്റ് എന്നാണ്. പക്ഷേ ഇറ്റ് എഴുതുന്നതിന് പകരം അവിടെ എന്താക്കി ടി എന്ന വേർഡാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? പോയറ്റിക് ലൈസൻസ് ആണ് എന്ന് പറയാം. പോയറ്റിക് റിതം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയറ്റിൻ്റെതായ വാക്കുകളെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ചില വാക്കുകളെ ട്വിസ്റ്റ് ചെയ്ത് പറയുന്നതിനെയൊക്കെയാണ് നമ്മളെന്ത് പറയുക? പോയറ്റിക് ലൈസൻസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ 3 എക്സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഐറണിയാണ്. ഐറണി എന്ന് പറയുന്നത് എന്താ? യൂസ് ഓഫ് വേർഡ്സ് ടു മീൻ സംതിങ് എൽസ് യൂഷ്വലി ഓപ്പോസിറ്റ് ഓഫ് വാട്ട് ഇറ്റ് ഇസ് സ്റ്റേറ്റഡ്. എന്ന് വെച്ചാൽ ഒരു വാക്ക് കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ നേരെ ഒരു വിപരീതം അല്ലെങ്കിൽ അണ്ടർലൈങ് മീനിങ് കൊണ്ടുവരിക. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോടാ? ഒക്കെ മനസ്സിലായി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒന്നും മനസ്സിലായില്ല എന്നാ. പക്ഷെ പറഞ്ഞത് എന്താ? നേരെ ഓപ്പോസിറ്റ്. ഒക്കെ മനസ്സിലായിന്ന്, പക്ഷെ എനിക്ക് മനസ്സിലാവും, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന്. നീന്ന് മനസ്സിലായില്ലല്ലേ? എന്താണെന്നൊന്നുമില്ല. ശ്രദ്ധിച്ചോ, ഐറണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം, പക്ഷെ പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഉദ്ദേശിക്കുന്നതിൻ്റെ. അതെന്തിനാ? അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. യൂസ് ഓഫ് വേർഡ് ടു മീൻ സംതിങ് എൽസ്. ഓക്കെ, യൂഷ്വലി ഓപ്പോസിറ്റ് ടു വാട്ട് ഇറ്റ് സ്റ്റേറ്റഡ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, മനസ്സിലായോ?
ഒക്കെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒന്നും മനസ്സിലായില്ല എന്നാ. പക്ഷെ പറഞ്ഞത് എന്താ? ഒക്കെ മനസ്സിലായി എന്ന്. അങ്ങനെ പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? ഐറണിക് എക്സാമ്പിളാണ്. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കുക ഒരു എക്സാമ്പിൾ. ഹി വിൽ ഗിവ് യു ജസ്റ്റ് വൺ മോർ കാരസ് എന്ന് പറയുന്ന ആ വേർഡിൽ കാരസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കെയറിങ് കൊടുക്കുക അല്ലേ? അപ്പോൾ ഇവിടെ ശരിക്കും ആര് ബെയർ നിങ്ങളെ എന്ത് ചെയ്തോളും? കെയർ എന്ന് പറയുമ്പോൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണ്? കില്ല് ചെയ്യുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ദ ഹഗ് വിൽ കിൽ യു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ കെട്ടിപ്പിടുത്തം, അയാൾ നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർന്നടാ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ കെയറിങ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഐറണിയാണ്. അത് വായിക്കുന്ന ആൾക്കാർക്ക് തന്നെ മനസ്സിലാവും അല്ലേ? ഒരിക്കലും ഒരു കരടി വന്നിട്ട് നമ്മളെ ഹഗ് ചെയ്തിട്ട് നമ്മളെ കെയർ ചെയ്യല്ല, നമ്മളെ സ്നേഹിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് എന്താ ചെയ്യുന്നത്? കൊല്ലുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതൊരു ഐറണിക്കലി അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇമേജറി ആണ്. ഇമേജറി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുന്ന പോലെ തോന്നിക്കുക, ഒരു വിഷ്വൽ എഫക്റ്റ് ഉണ്ടാക്കുക, ഒരു 3D എഫക്റ്റ് ഉണ്ടാക്കുക, കേൾക്കുന്ന പോലെ തോന്നിക്കുക, നമുക്കത് സ്മെല്ല് ചെയ്യുന്ന പോലെ തോന്നിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് വിഷ്വൽ ഇമേജ്. സെൻസ് ഇംപ്രഷൻ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക? ഈ ഇമേജറി എന്ന വേർഡ് യൂസ് ചെയ്യുക. ഓക്കെ, നമുക്കൊരു 3D എഫക്റ്റ്, ഒരു കാണുന്ന പോലെ, ഇങ്ങനെ ഒരു ലൈവ് സിനിമ കാണുന്ന പോലെയൊക്കെ നമുക്ക് എന്താ ചെയ്യുക? കവിത വായിക്കുന്ന സമയത്ത് തോന്നുക. ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പോയറ്റിക് ഡിവൈസ് യൂസ് ചെയ്യാറുണ്ട്, ഇമേജറി യൂസ് ചെയ്യാറുണ്ട്. വിഷ്വൽ ഇമേജസ്, ഓഡിറ്ററി ഇമേജസ്, അതുപോലെ ടാക്ടൈൽ ഇമേജസ്, ഓൾ ഫാക്ടറി ഇമേജസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ പറയണം അയാൾ വന്നു എന്ന് പറയുന്ന ഒരു പോയറ്റിക് ലൈൻ അയാൾ വന്നു എന്ന് പറയണം. അതാണോ? അല്ലെങ്കിൽ ഒരു പച്ച ഷർട്ടും ചുവന്ന തൊപ്പിയും വെച്ചിട്ട് അയാൾ തടിച്ച ആൾ അകത്തേക്ക് കയറി പതുക്കെ വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഏതാണ് ഒരു ചിത്രം മൈൻഡിലേക്ക് വരുന്നത്? രണ്ടാമത് പറഞ്ഞതല്ലേ, ഇത് ഇമേജറിയാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ കുറച്ച് ഇമേജസ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ബ്ലാക്ക് സ്ട്രൈപ്സ് ഓൺ യെല്ലോ ഗ്രൗണ്ട് എന്ന് പറയുന്ന ടൈഗറിനെ കുറിച്ച് പറയുന്ന ആ ലൈൻസ്, ഹൂസ് ഹൈഡ് വിത്ത് സ്പോട്സ് ഇസ് പെപ്പേർഡ് എന്ന് പറയുന്ന ആ ലെപ്പേർഡിനെ കുറിച്ച് പറയുന്ന ആ ലൈൻസ്. സോ ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ മനസ്സിലേക്ക് ആ ചിത്രം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇമേജറിയാണ്, ഇമേജസ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇമേജറി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു വിഷ്വൽ ഇമേജിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയറ്റ് യൂസ് ചെയ്യുന്ന ചില ടെക്നിക്സ് ആണ് ഈ പോയറ്റിക് ഡിവൈസ് ആയിട്ട് നമ്മൾ പറയുന്നത്, ലിറ്റററി ഡിവൈസ് ആയിട്ട് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ്, ജസ്റ്റ് നോട്ടീസ് ഓഫ് ഹി ഈറ്റ്സ് യു എന്ന് പറയുന്ന ആ ലൈനിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോവുകയാണ്. ജസ്റ്റ് നോട്ടീസ്, ഒന്ന് ശ്രദ്ധിച്ചേ, എന്താ പറയുന്നത്? ജസ്റ്റ് നോട്ടീസ് ഇഫ് ഹി ഈറ്റ്സ് യു, അത് നിങ്ങളെ ഒന്ന് തിന്നിരുന്നെങ്കിൽ അവൻ, അത് എന്ന് പറയുന്നതിന് പകരം അല്ലേ, അത് എന്ന് പറയുന്നതിന് പകരം, ആനിമലിനെ അത് എന്ന് പറയുന്നതിന് പകരം ഇവിടെ ഹി എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് അതിനെ എന്ത് വിളിക്കാം? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവനില്ലാത്ത അല്ലെങ്കിൽ ഇനാനിമേറ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് അല്ലാത്ത ഏതെങ്കിലും ആനിമലോ അല്ലെങ്കിൽ ഒരു ജീവനില്ലാത്ത വസ്തുവിനോ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ക്വാളിറ്റി ആട്രിബ്യൂട്ട് ചെയ്യുക, ഹ്യൂമൻ ബീയിങ്സിൻ്റെ ക്വാളിറ്റി അതിന് കൊടുക്കുക. ഓക്കെ, അതിനെയാണ് നമ്മൾ, അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ദ റെയിൻ ഈസ് ഡ്രമ്മിങ് ഓൺ ദ വിൻഡോ പെയിൻ. ദ റെയിൻ ഈസ് ഡ്രമ്മിങ് ഓൺ ദ വിൻഡോ പെയിൻ. മഴ ജനലിൽ മദ്ദളം കൊട്ടുന്നു, ഡ്രം ബീറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും അതെന്താ? മഴ വന്നിട്ട് ചെണ്ട കൊട്ടോ? ഇല്ല, ഹ്യൂമൻ ബീങ്സ് ആണ് ചെണ്ട കൊട്ടുക. അപ്പോൾ ഹ്യൂമൻ ബീങ്സിൻ്റെ ആ ക്വാളിറ്റി ആരുടെ ക്വാളിറ്റി ആക്കി പറഞ്ഞു? മഴയുടെ ക്വാളിറ്റി ആക്കിയിട്ട് പറഞ്ഞു. ഇങ്ങനെ പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ കപ്പലിനെ ഷീ എന്ന് പറയാം. ഓക്കെ, ഷി വാസ് മൂവിങ് ലൈക്ക് എ ക്വീൻ എന്നൊക്കെ നമ്മൾ പറയാം. അല്ലെങ്കിൽ കപ്പലിനെ അവളെന്ന് വിളിക്കുക. അവളെന്ന് വിളിക്കുന്നത് ശരിക്കും പേഴ്സോണിഫിക്കേഷനാണ്, കപ്പൽ ജീവനില്ലാത്തതാണ്. മനസ്സിലല്ലേ? അപ്പോൾ ഇവിടെ ഈ പോയിന്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഇറ്റ് എന്ന് പറയുന്നതിന് പകരം ഇവിടെ ഹി എന്ന് ഉപയോഗിച്ചതുകൊണ്ട് നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? പേഴ്സോണിഫിക്കേഷൻ എന്ന് വിളിക്കുക. പോയിന്റ് ഹാസ് യൂസ്ഡ് ഹി ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ് ഫോർ ദ ആനിമൽ. സോ ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ വാട്ട്? പേഴ്സോണിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പോയറ്റിക് ഡിവൈസസും നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സോ ഇതുപോലെ ഇനിയും നിങ്ങൾക്ക് ഏതെല്ലാം പോംസിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും പോയറ്റിക് ഡിവൈസ് ആണ് അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നത് താഴെ കമൻറ്റ് ചെയ്യുക. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അക്കാര്യവും നിങ്ങൾ കമൻറ്റിൽ വരിക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.